ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC കഴിഞ്ഞ വർഷങ്ങളിലായി നടത്തിയ ഒരു ചോദ്യപേപ്പറും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗ്യാംബിറ്റ് എന്ന വാക്ക് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടതാണ്? ഗ്യാംബിറ്റ് എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്സുമായി ബന്ധപ്പെട്ട പദമാണ് ഗ്യാംബിറ്റ് എന്നത്. ഗ്യാംബിറ്റ് ചെസ്സുമായി ബന്ധപ്പെട്ട പദമാണ്. ഗ്യാംബിറ്റ് കൂടാതെ ക്യാപ്ചർ, കാസ്റ്റ്ലിംഗ്, എൻപാസെന്റ്, ELO റേറ്റിംഗ് ഇതെല്ലാം ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കേട്ടോ. ക്യാപ്ചർ, കാസ്റ്റ്ലിംഗ്, അതുപോലെ എൻപാസെന്റ്, ELO റേറ്റിംഗ് എന്നിവയൊക്കെ ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. കേട്ട് പരിചയമുള്ള പദങ്ങളാക്കി ഫെമിലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ക്യാപ്ചർ, കാസ്റ്റ്ലിംഗ്, എൻപാസെന്റ്, ELO റേറ്റിംഗ്. ഓക്കെ. ഇനി മലയാള സാഹിത്യകാരൻ TC ജോസഫിന്റെ തൂലികാ നാമം എന്താണ്? മലയാള സാഹിത്യകാരനായ TC ജോസഫിന്റെ തൂലികാ നാമമാണ് ഇടമുറുക്ക് എന്നത്. ഇടമുറുക്ക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? TC ജോസഫാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടശ്ശേരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. ഇടപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് കേട്ടോ. ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. ഇടശ്ശേരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായരാണ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. KM മാത്യു ആണ് ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. EM കോവൂർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? മാത്യു ഐപ്പാണ് കേട്ടോ. മാത്യു ഐപ്പ്. EM കോവൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് മാത്യു ഐപ്പാണ്. കുറ്റിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കുട്ടേട്ടൻ കുഞ്ഞുണ്ണിയാണ്. കുട്ടേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുഞ്ഞുണ്ണിയാണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. കുട്ടേട്ടൻ കുഞ്ഞുണ്ണിയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. EM കോവൂർ മാത്യു ഐപ്പാണ്. ഏകലവ്യൻ KM മാത്യൂസ് ആണ്. ഇടമുറുക്ക് TC ജോസഫ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടപ്പള്ളി രാഘവൻ പിള്ള. MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? അപ്പുണ്ണി എന്നത് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന കൃതിയിലെ കഥാപാത്രമാണ്. നാലുകെട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആയിരിക്കാന്നുകൂടി നമുക്ക് പഠിച്ചിരിക്കാം. പ്രധാനപ്പെട്ടത് അപ്പുണ്ണിയാണ്. കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, മുഹമ്മദ്, പാറുക്കുട്ടിയമ്മ, സെയ്താലിക്കുട്ടി എന്നിവരാണ് നാലുകെട്ട് എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, മുഹമ്മദ്, പാറുക്കുട്ടിയമ്മ, സെയ്താലിക്കുട്ടി. കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, മുഹമ്മദ്, പാറുക്കുട്ടിയമ്മ, സെയ്താലിക്കുട്ടി എന്നിവരാണ് നാലുകെട്ട് എന്ന MT വാസുദേവൻ നായർ കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. MT വാസുദേവൻ നായർ അറിയപ്പെടുന്ന വിശേഷണങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ്. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും MT ആണ് കേട്ടോ. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരുടെ ഈ ഒരു കൃതിക്ക്, നാലുകെട്ട് എന്ന ഈ ഒരു കൃതിക്ക് 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നാലുകെട്ട്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കോന്തുണ്ണി നായർ, ശങ്കരൻ നായർ, മുഹമ്മദ്, പാറുക്കുട്ടിയമ്മ, സെയ്താലിക്കുട്ടി. അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? നാലുകെട്ട് എന്ന MT വാസുദേവൻ നായരുടെ നോവലിലേതാണ്. കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അവയുടെ കൃതികൾ ഏതാണ്, ആ കഥാപാത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള കൃതികൾ ഏതാണെന്നും അവയുടെ രചയിതാക്കൾ ആരാണെന്നും നമുക്കൊന്ന് നോക്കാം. കഥാപാത്രം SK പൊറ്റക്കാടിനെ കഥാപാത്രമാക്കിക്കൊണ്ട് M മുകുന്ദൻ രചിച്ചിട്ടുള്ള കൃതിയാണ് പ്രവാസം എന്നത്. SK പൊറ്റക്കാടിനെ
പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് എം മുകുന്ദൻ രചിച്ച കൃതിയാണ് പ്രവാസം. അതുപോലെ EMSനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് എം മുകുന്ദൻ തന്നെ രചിച്ചിട്ടുള്ള കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ, കേശവന്റെ വിലാപങ്ങൾ. ഇനി ചേതനാഗൃത മാലിക്, അതുപോലെ ധാക്കുമ, ഇവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള KR മീര രചിച്ച കൃതിയാണ് ആരാച്ചാർ എന്നത്. ആരാച്ചാർ. ചേതനാഗൃത മാലിക്, ധാക്കുമ. KR മീരയുടെ കൃതി ഏതാണ്? ആരാച്ചാർ ആണ്. ആരാച്ചാർ. ജിതേന്ദ്രൻ, നാറാപിള്ള എന്നീ കേന്ദ്ര കഥാപാത്രങ്ങളുള്ളത് സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്ന കൃതിയിലാണ്. മനുഷ്യനൊരാമുഖം എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ജിതേന്ദ്രനും നാറാപിള്ളയും. ശ്രീനാരായണ ഗുരുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് K സുരേന്ദ്രൻ രചിച്ച കൃതിയാണ് ഗുരു എന്നത്. ഗുരു എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാണ് ശ്രീനാരായണ ഗുരു. രചയിതാവ് K സുരേന്ദ്രനാണ്. രചയിതാവ് ആരാണ്? K സുരേന്ദ്രൻ. ഹാഫിസ് മുഹമ്മദ് രചിച്ച ബഹുമാന്യനായ പാദുഷ എന്ന കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാണ് ബാബർ. ഹാഫിസ് മുഹമ്മദിന്റെ രചനയാണ് ബഹുമാന്യനായ പാദുഷ. പ്രധാന കഥാപാത്രം ബാബറാണ്. OV വിജയന്റെ കടൽ തീരത്ത്, ഇത് നിങ്ങൾ ഒരുപാട് ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ടാവും. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കേന്ദ്ര കഥാപാത്രമാണ് എന്നത്. വെള്ളായിയപ്പൻ എന്ന കേന്ദ്ര കഥാപാത്രം OV വിജയന്റെ കടൽ തീരത്ത് എന്ന കൃതിയിലെയാണ്. OV വിജയന്റെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അപ്പുക്കിളി പ്രധാന കഥാപാത്രമാണ്. ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്, പഠിച്ചിരിക്കണം കേട്ടോ. അന്തോണി, മാധവി എന്നിവർ SK പൊറ്റക്കാടിന്റെ വിഷകന്യകയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അന്തോണിയും മാധവിയും വിഷകന്യയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. വിഷകന്യക SK പൊറ്റക്കാടിന്റെ ഒരു കൃതിയുമാണ്. ഓർത്തിരിക്കുക കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണന്റെ ഏത് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ എന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ്. അനന്തരം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 ഓപ്ഷൻസിൽ തന്നിട്ടുള്ള പേരുകളും 4 ചിത്രങ്ങളും അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് മുഖാമുഖം, വിധേയൻ, കൊടിയേറ്റം, അനന്തരം, സ്വയംവരം, മതിലുകൾ, എലിപ്പത്തായം, ഒരു പെണ്ണും രണ്ടാണും തുടങ്ങിയവയ്ക്ക്. ഇതൊക്കെ പ്രധാനപ്പെട്ട ചലച്ചിത്രങ്ങൾ തന്നെയാണ്. മുഖാമുഖം, വിധേയൻ, കൊടിയേറ്റം, അനന്തരം, സ്വയംവരം, മതിലുകൾ, എലിപ്പത്തായം, ഒരു പെണ്ണും രണ്ടാണും, പിന്നെ കഥാപുരുഷൻ, 4 പെണ്ണുങ്ങൾ, ഇതെല്ലാം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് കേട്ടോ. ഇനി നോക്കുകയാണെങ്കിൽ വിധേയൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഭാസ്കര പട്ടേലർ, തൊമ്മി, ഓമന എന്നിവർ വിധേയൻ എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രങ്ങളാണ്. ഭാസ്കര പട്ടേലർ, തൊമ്മി, ഓമന. ഈ ഒരു വിധേയൻ എന്ന ചിത്രം പോൾ സക്കറിയയുടെ ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് അടൂർ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് വിധേയൻ എന്ന ഈ ഒരു ചിത്രം. പോൾ സക്കറിയയുടെ ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്ന നോവലിനെ ആസ്പദമാക്കി അടൂർ നിർമ്മിച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? വിധേയൻ. അപ്പൊ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഭാസ്കര പട്ടേലരും തൊമ്മി, ഓമന എന്നിവരാണ്. ഓക്കെ. ഇനി മുഖാമുഖം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ശ്രീധരൻ. ഓക്കെ. മുഖാമുഖം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ശ്രീധരൻ. കൊടിയേറ്റത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ശങ്കരൻകുട്ടി കേട്ടോ. ശങ്കരൻകുട്ടി. കൊടിയേറ്റം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. അനന്തരം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് അജയൻ. വിധേയൻ എന്ന ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഭാസ്കര പട്ടേലർ, തൊമ്മി, ഓമന എന്നിവർ. മുഖാമുഖം എന്ന ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രമാണ് ശ്രീധരൻ. ജി അരവിന്ദന്റെ ഏത് ചിത്രത്തിനാണ് 1985 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്? 1985 ജി അരവിന്ദന് ദേശീയ പുരസ്കാരം ലഭിക്കാൻ കാരണമായ ചിത്രമാണ് ചിദംബരം എന്നത്. 1985 ചിദംബരം എന്ന ചിത്രത്തിനാണ് ജി അരവിന്ദന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്നത്.
ജി അരവിന്ദന്റെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് അറിയാമോ? അതാണ് ഉത്തരായനം. 1974 ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ ഉത്തരായനം വരുന്നത്. ജി അരവിന്ദന്റെ ആദ്യ സിനിമ ഉത്തരായനമാണ്. ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് ജനപ്രിയമാക്കിയ സിനിമകളാണ് ചിദംബരം, പോക്കുവെയിൽ, ഉത്തരായനം, തമ്പു, സഹജ, വാസ്തുഹാര, മാറാട്ടം, കുമ്മാട്ടി, കാഞ്ചന സീത എന്നിവയൊക്കെ കേട്ടോ. അപ്പൊ ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സിനിമകളാണ്. എല്ലാം തന്നെ ജനപ്രിയമായ സിനിമകളാണെന്നും അറിഞ്ഞിരിക്കുക. മാതൃഭൂമി മാസികയിൽ ജി അരവിന്ദൻ രചിച്ച ഒരു കാർട്ടൂൺ പരമ്പരയുണ്ട്. അതിന്റെ പേരാണ് ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്നത്. ചെറിയ മനുഷ്യനും വലിയ ലോകവും. ഓക്കെ, ചെറിയ മനുഷ്യനും വലിയ ലോകവും എന്നത് മാതൃഭൂമി മാസികയിൽ ജി അരവിന്ദൻ രചിച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ പരമ്പരയാണ്. ഇനി മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് ജി അരവിന്ദന് 3 തവണ ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ ചിത്രമാണെന്ന് അറിയാമോ? കാഞ്ചന സീതയാണ് ഒന്നാമത്, കാഞ്ചന സീത, പിന്നീട് തമ്പു, പിന്നീട് ഒരിടത്ത്. കാഞ്ചന സീത, തമ്പു, ഒരിടത്ത് എന്നീ ചിത്രങ്ങൾക്ക് ജി അരവിന്ദന് 3 തവണ ദേശീയ തലത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ജി അരവിന്ദന് നേടിക്കൊടുത്ത ചിത്രം ഏത് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. അത് ചിദംബരമാണ്. ദേശീയ അവാർഡ് നേടിയ മികച്ച സംവിധായകനുള്ള ചിത്രം ഈ ചിദംബരമല്ല, കാഞ്ചനസീത, തമ്പു, ഒരിടത്ത് എന്നിവയാണ്. മികച്ച സിനിമയ്ക്കുള്ള ജി അരവിന്ദൻ അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ചിദംബരം. വേർതിരിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കുക. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ജി അരവിന്ദന് ലഭിച്ചിട്ടുള്ളത് ഉത്തരായനം, വാസ്തുഹാര എന്നിവയ്ക്കാണ്. ഉത്തരായനം, വാസ്തുഹാര. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ജി അരവിന്ദന് ലഭിച്ചിട്ടുള്ള സിനിമകളാണ് ഉത്തരായനം, വാസ്തുഹാര എന്നിവ. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ജി അരവിന്ദന്റെ ചിത്രമാണ് ചിദംബരം. ഓക്കെ, മാറിപ്പോവരുത്. അടുത്തത്, പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഏത് തടാകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഷ്ടമുടിയുമായി ബന്ധപ്പെട്ടതാണ് പ്രസിഡന്റ്സ് ട്രോഫി എന്ന് മനസ്സിലാക്കുക. ഈയിടെ തന്നെ PSC നടത്തിയ ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലാണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലും പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലുമാണെന്ന് തിരിച്ചറിയണം. പിന്നെ അതുപോലെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ് കേട്ടോ. കൊല്ലം ജില്ല. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലുമാണ്. ആലപ്പുഴ. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ആലപ്പുഴയാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല കൊല്ലമാണ്. ഓക്കെ, 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് അറിയാമോ? നീലു എന്ന പൊന്മാനാണ് കേട്ടോ. നീലു എന്ന പൊന്മാനാണ് 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമാണ് നീലു എന്ന പൊന്മാൻ. ഓക്കെ, ഇനി പ്രസിഡന്റ്സ് ട്രോഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം 2011 2011 പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ആരംഭിക്കുന്നത്. ആദ്യ വിജയി ശ്രീ ഗണേഷ് ചുണ്ടനാണ്. 2023 വള്ളംകളിയുടെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ വിജയിയാണ് വിയ്യപുരം ചുണ്ടനാണ്. 2023 പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയുടെ വിജയിയായിട്ടുള്ളത്. കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏത് എന്ന് ചോദിച്ചാലും പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയാണ് കേട്ടോ. കേരളപ്പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണ്? പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയാണ്. അടുത്ത ചോദ്യം, പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു കായിക വിനോദമാണ് ചരേറിയ. ഏത് വിഭാഗത്തിൻ്റെതാണ്? പ്രഗത്ഭരായ കുതിര സവാരി ഉൾപ്പെടുന്ന ഒരു കായിക വിനോദമാണ് ചരേറിയ എന്നത്. ചരേറിയ എവിടത്തെയാണ്? മെക്സിക്കോയുടെ ദേശീയ കായിക വിനോദമാണ് ചരേറിയ എന്നത്. ഇത് തിരിച്ചും പഠിച്ചു വെക്കുക കേട്ടോ. മെക്സിക്കോയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ചരേറിയയാണ്. ചരേറിയ. അപ്പൊ ഇവിടെ ആൻസർ മെക്സിക്കൻ എന്നതാണ്. പ്രഗത്ഭരായ കുതിരസവാരി ഉൾപ്പെടുന്ന ഒരു മെക്സിക്കൻ കായിക വിനോദമാണ് ചരേറിയ എന്നത്. ചൈനയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ചൈനയുടെ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. ടേബിൾ ടെന്നീസ് ആണ് ചൈനയുടെ ദേശീയ കായിക വിനോദം.
ഭൂട്ടാന്റേത് അമ്പെയ്ത്താണ്. ഭൂട്ടാൻ അമ്പെയ്ത്താണ്. ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസ് ആണ്. ഭൂട്ടാന്റേത് അമ്പെയ്ത്താണ്. ഭൂട്ടാന്റേത് ആർച്ചറി, അമ്പെയ്ത്താണ്. നേപ്പാളിന്റേത് വോളിബോൾ ആണ് കേട്ടോ. നേപ്പാളിന്റെ ഏതാണ്? വോളിബോൾ ആണ്. നേപ്പാളിന്റേത് വോളിബോൾ ആണ്. നേപ്പാൾ വോളിബോൾ. ക്യൂബ ബേസ്ബോൾ ആണ്. ക്യൂബ ഏതാണ്? ബേസ്ബോൾ ആണ്. ക്യൂബയുടേത് ബേസ്ബോൾ ആണ്. ബേസ്ബോൾ. ഓക്കെ. ബംഗ്ലാദേശിന്റേത് കബഡി. ബംഗ്ലാദേശ് കബഡിയാണ്. ബംഗ്ലാദേശ് കബഡി. ഭൂട്ടാൻ ഏതാണ്? അമ്പെയ്ത്താണ്. ചൈനയുടേത് ടേബിൾ ടെന്നീസ് ആണ്. നേപ്പാളിന്റേത് വോളിബോൾ ആണ്. ക്യൂബയുടേത് ബേസ്ബോൾ ആണ്. ബേസിക് ആയിട്ടുള്ള കായിക വിനോദങ്ങൾ, രാജ്യങ്ങളും ദേശീയ കായിക വിനോദങ്ങളും അവയിൽ പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണവും PSC ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കണം കേട്ടോ. സാറ ജോസഫിന് ഏത് ചെറുകഥാ സമാഹാരത്തിനാണ് മുട്ടത്തു വർക്കി അവാർഡ് ലഭിച്ചിട്ടുള്ളത്? മുട്ടത്തു വർക്കി പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ച കൃതി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള മുട്ടത്തു വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ ഒരു അവാർഡ് സാറ ജോസഫിന് നേടിക്കൊടുത്ത കൃതിയാണ് പാപത്തറ എന്നത്. പാപത്തറ. സാറ ജോസഫിന് പാപത്തറ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് മുട്ടത്തു വർക്കി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 1992 മുതലാണ് ഈ ഒരു മുട്ടത്തു വർക്കി അവാർഡ് നൽകി തുടങ്ങിയിട്ടുള്ളത്. ആദ്യത്തെ മുട്ടത്തു വർക്കി പുരസ്കാര ജേതാവ് OV വിജയനാണ്. OV വിജയൻ. ഖസാക്കിന്റെ ഇതിഹാസത്തിനാണ് OV വിജയന് മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിക്കുന്നത്. 1992 തന്നെ ആയിരുന്നു കേട്ടോ. ആദ്യത്തെ മുട്ടത്തു വർക്കി പുരസ്കാര ജേതാവ് ആരാണ്? OV വിജയനാണ്. രണ്ടാമത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. തൊട്ടടുത്ത വർഷം 1993 വൈക്കം മുഹമ്മദ് ബഷീറിനാണ് മുട്ടത്തു വർക്കി പുരസ്കാരം രണ്ടാമതായിട്ട് ലഭിക്കുന്നത്. മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് കമലാ സുരയ്യാണ് കേട്ടോ. കമലാ സുരയ്യ. മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിച്ച ആദ്യ വനിത കമലാ സുരയ്യാണ്. മുട്ടത്തു വർക്കി പുരസ്കാരം രണ്ടാമത് ലഭിച്ച വനിതയാണ് P. വത്സല. മുട്ടത്തു വർക്കി പുരസ്കാരം രണ്ടാമത് ലഭിച്ച വനിതയാണ് P. വത്സല. അത് 2010 കേട്ടോ. സാറ ജോസഫിന് മുട്ടത്തു വർക്കി പുരസ്കാരം ലഭിക്കുന്നത് 2011. ഒരു ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഒരു ഫ്ലാഷ് മെമ്മറി എന്നത് ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിലാണ് പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെമ്മറി പ്രധാനമായിട്ട് 2 തരത്തിലാണ്, അറിയാലോ. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയുമായിട്ടാണ് മെമ്മറി ഉള്ളത്. ഇതില് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് 3 തരത്തിലാണ്. റാം, റോം, ക്യാഷ്. എന്നിങ്ങനെ 3 തരത്തിലാണ് പ്രൈമറി മെമ്മറി ഉള്ളത്. റാം അറിയാലോ. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്നത്. റാൻഡം ആക്സസ് മെമ്മറിയാണ്. റാം എങ്ങനെയാണ്? വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് താൽക്കാലിക മെമ്മറിയാണ്. വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് റാം ആണ്. വർക്കിംഗ് മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നതും റാം ആണ്. വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് റാം ആണ്. വർക്കിംഗ് മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് റാം ആണ്. വോളറ്റൈൽ മെമ്മറി അല്ലെങ്കിൽ താൽക്കാലിക മെമ്മറി എന്നറിയപ്പെടുന്നതും റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതിൽ 2 ടൈപ്പാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡി റാമും എസ് റാമും. ഡി റാം എന്താണ്? ഡൈനാമിക് റാം ആണ്. ഡൈനാമിക് റാം വില കുറഞ്ഞതാണ്, വേഗതയും കുറഞ്ഞതാണ്. വില കുറഞ്ഞതും വേഗത കുറഞ്ഞതുമായ മെമ്മറിയാണ് ഡി റാം അല്ലെങ്കിൽ ഡൈനാമിക് റാം. ഇനി എസ് റാം നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് റാം ആണ്. ഇത് വില കൂടിയതും വേഗത കൂടിയതുമായിട്ടുള്ള മെമ്മറിയാണ് എസ് റാം. ഡി റാമിനെ അപേക്ഷിച്ച് എസ് റാം ആണ് ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, ഡി റാം ഡൈനാമിക് റാം ആണ്, എസ് റാം സ്റ്റാറ്റിക് റാം ആണ്. ഓക്കെ, ഇനിയുള്ളത് ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറി കഴിഞ്ഞാലുള്ളത് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം ആണ്. റീഡ് ഓൺലി മെമ്മറിയാണ്. റീഡ് ഓൺലി മെമ്മറി എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ പറഞ്ഞു വോളറ്റൈൽ ആണ്, താൽക്കാലികമാണ്, വർക്ക് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം. നോൺ വോളറ്റൈൽ ആണ്, സ്ഥിരം മെമ്മറിയാണ്. സ്ഥിരം മെമ്മറിയാണ്, താൽക്കാലികമല്ല. ബൂട്ടപ്പ് മെമ്മറി എന്നറിയപ്പെടുന്നതും റോം ആണ്. ബൂട്ടപ്പ് മെമ്മറി എന്നറിയപ്പെടുന്നതും റോം ആണ്.
മൂന്ന് ടൈപ്പാണ് റോം വരുന്നത്. 3 ടൈപ്പായിട്ടാണ് റോം വരുന്നത്. ഏതൊക്കെയാണ് ഈ 3 ടൈപ്പ് റോം? ഏതൊക്കെയാണ്? പ്രോം എന്നതാണ് ഒന്നാമത്തേത്. പ്രോഗ്രാമബിൾ റോം ആണ് പ്രോം എന്നത്. പ്രോഗ്രാമബിൾ റോം ആണ് പ്രോം. രണ്ടാമത്തത് ഇ പ്രോം, ഇറേസബിൾ പ്രോം ആണ് രണ്ടാമത്തത്. ഇ പ്രോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ് ഇ പ്രോം എന്നത്. മൂന്നാമത്തതാണ് ഇ പ്രോം, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം എന്നതാണ് ഇ പ്രോം. അപ്പൊ ഇ പ്രോമിനൊരു ഉദാഹരണമാണ് ഏത്? ഫ്ലാഷ് മെമ്മറി എന്നത്. ഫ്ലാഷ് മെമ്മറി. അപ്പൊ ഫ്ലാഷ് മെമ്മറി ഏത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ പെടുന്നു? ഇ പ്രോമിൽ പെടുന്നു. അതായത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയിൽ പെടുന്നു. വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇ പ്രോം എന്ന് പറയുന്നത്. ഇതിൽ ഇ പ്രോം എന്ന് പറയുമ്പോൾ നമുക്ക് UV റേസ് ഉപയോഗിച്ച് ഡാറ്റ മാറ്റി സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് UV റേസ് ഉപയോഗിച്ച് ഡാറ്റ മാറ്റി സേവ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പ്രോമില് ഒറ്റത്തവണ മാത്രമേ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഒറ്റത്തവണ മാത്രം ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രോം. UV റേസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ മാറ്റി സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇ പ്രോം. ഇലക്ട്രിക്കൽ ആയിട്ട് മാറ്റി ഡാറ്റ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇ പ്രോം എന്നത്. ഫ്ലാഷ് മെമ്മറി ഇ പ്രോമിനൊരു ഉദാഹരണമാണ്. മറ്റ് സെക്കൻഡറി മെമ്മറികളൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് വേഗതയേറിയതും ശാശ്വതവുമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ USB ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇതൊക്കെ ഫ്ലാഷ് മെമ്മറികളാണ് കേട്ടോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, മാക്സിമം ചോദ്യങ്ങൾ റിവൈസ് ചെയ്യുക, മാക്സിമം ചോദ്യങ്ങൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.